ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകാരം ഹൃദയത്തിൽ ആലോചന തരുവാൻ തക്കവണ്ണം ഇടയായി. ഇതാ ഞാൻ വേഗം വരുന്നു. ലോകത്തിൽ സംഭവിക്കുന്നതായ ഓരോ കാര്യങ്ങളും നാം കാണുമ്പോൾ, നാം കേൾക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ തിരിച്ചറിയട്ടെ, നമ്മുടെ കർത്താവ് തൻ്റെ വിശുദ്ധ സഭയെ ചേർക്കുവാനായി അവൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 11 തിരുവചന വേദഭാഗം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി തിരുവചനത്തിൽ കൂടി നമ്മോട് സംസാരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സഭയെ ചേർക്കുവാൻ, എൻ്റെ അരുമയാം കാന്തയെ, മണവാട്ടിയാം സഭയെ കാത്തിരിക്കുന്ന ദൈവസഭയെ ചേർക്കുവാനായി എൻ്റെ അരുമനാഥൻ വേഗം വരുന്നു. പകൽക്കാലം ഒരു ശുദ്ധീകരണത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മോട് ആലോചന അറിയിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമോ നാം ഏവരുടെയും ശുദ്ധീകരണം തന്നെ. സദൃശവാക്യം 28 അധ്യായം 13 തിരുവചന വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ വ്യക്തമായി തൻ്റെ വചനം പറയുന്നു: തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ കരുണയ്ക്കായി ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? 19 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നുകൊണ്ട് ഏറെ ഭയത്തോടുകൂടി, കണ്ണുനീരോടുകൂടി, നിലവിളിയോടുകൂടി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പാ, മറഞ്ഞിരിക്കുന്ന എൻ്റെ തെറ്റുകളെ നീ പോക്കണമേ, എൻ്റെ സ്വമേധ പാപങ്ങളെ നീ എന്നിൽ നിന്നും അകറ്റണമേ. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എപ്പോഴും നിനക്ക് പ്രസാദകരമായി തീരേണ്ടതിന് നീ എന്നെ ഒന്ന് കഴുകണം, നീ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, നീ എന്നെ ഒന്ന് തൊടണം, നീ എന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നുകൊണ്ട് മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഒന്ന് ഏറ്റുപറഞ്ഞ്, നമ്മുടെ പോരായ്മകളെ ഒന്ന് ഏറ്റുപറഞ്ഞ് പൂർണ്ണമായ ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്കൊന്ന് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്കിന്ന് പകൽക്കാലം കഴിയുമോ? ഇതാ ഞാൻ വേഗം വരുന്നു. തൻ്റെ സഭയാം കാന്തയെ ചേർക്കുവാൻ കർത്താവ് വേഗം വരുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്കൊന്ന് അടുത്തു വന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപാകെ ഒന്ന് മുട്ടുമടക്കി തിരുമുഖത്തേക്കൊന്ന് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, കുറവുകളെ ഏറ്റുപറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരു ശുദ്ധീകരണത്തിനായി, ഒരു നല്ല ജീവിതാനുഭവത്തിനായി, ഒരു മാനസാന്തരം എന്നിൽ ഉളവാകേണ്ടതിന് നീ എന്നെ ഒന്ന് തൊടുമാറാകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയുമോ? മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പറഞ്ഞു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. നമ്മുടെ അടുത്ത നിമിഷം ഏതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മുടെ കർത്താവ് എപ്പോൾ വരുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മുടെ കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ നാം പോകേണ്ടതിന്, നിത്യതയിൽ അവനോടുകൂടെ യുഗായുഗം നാം വാഴേണ്ടതിന്, അവൻ വിശുദ്ധനായിരിക്കിയാൽ ആ വിശുദ്ധൻ്റെ കൂടെ, വിശുദ്ധനായ നമ്മുടെ കർത്താവിനോട് കൂടെ അവൻ ഒരുക്കിയതായ മണിയറയിൽ നാം വാസം ചെയ്യേണ്ടതിന് നമ്മെ തന്നെ നമുക്കൊന്നൊരുക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതം നീ ഞങ്ങളോട് സംസാരിച്ചതിനാൽ നന്ദി പറയുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങളെ ഒന്ന് കഴുകുവാൻ തക്കവണ്ണം, ഞങ്ങളെ കർത്താവെ ഒന്ന് പണിയുവാൻ തക്കവണ്ണം അപ്പോൾ വ്യക്തമായി ഞങ്ങൾ കർത്താവെ നിൻ്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായി സമ്പൂർണ്ണമായി കർത്താവെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഇടിയൻ നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറിഞ്ഞിരിക്കുന്നവരുടെ തെറ്റുകളെ പോക്കി
സ്വമേധ പാപങ്ങളെ അവരിൽ നിന്ന് അകറ്റി കർത്താവേ സ്തോത്രം. ആ പാപം അവരുടെ മേൽ ഇനി വാഴുവാനായി യാതൊരുവിധ അധികാരവും കർത്താവെ ഇനി ശത്രുവായ അവരുടെ മേൽ വാഴുവാൻ ഇടവരുത്താതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ നീ അവരെ ഒന്ന് ശുദ്ധീകരിക്കണം, അടിയനെ ഒന്ന് ശുദ്ധീകരിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനവും എപ്പോഴും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മരണം വരെ നിനക്ക് പ്രസാദകരമായി തീരേണ്ടതിന് കർത്താവേ നീ ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളെ ശുദ്ധീകരിക്കണം, ഞങ്ങളെ കഴുകണം. ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ എവരെയും ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ.